ഹായ് ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇൻട്രോ തന്നെ ഫ്രിഡ്ജ് കാണുമ്പോൾ അറിയാമല്ലോ, ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. കൂട്ടത്തിൽ ഞാൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇട്ട് അതും ഇതുമൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫ്രീസറിൻ്റെ ആ ഡോർ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ടും ഐസ് അങ്ങ് ഇതാവും. അപ്പം ഞാനത് കുറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്തിട്ടിട്ട് ഐസ് മൊത്തം ഇളക്കി കളയാൻ നോക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ടൂള് നമ്മുടെ കത്തിയാണ്. അതിങ്ങനെ കത്തിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെ ഉരച്ചൊരച്ച് കൊടുക്കാമെങ്കിൽ ആ ഐസ് ഫുള്ളിങ്ങി പോരും. നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ മതി അതൊക്കെ. പിന്നെ ഞാൻ അങ്ങനെ സൈഡ് കൊണ്ടൊക്കെ അങ്ങനെ ചുരുണ്ടി എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് അത് എടുത്ത് മാറ്റുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും കറിവേപ്പിൻ്റെ ചോട്ടിലൊക്കെ കൊണ്ടിടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഐസ് ഫ്രീസായി കഴിയുമ്പോൾ അതൊക്കെ അടത്തിയിട്ട് കറിവേപ്പിലയുടെ ചോട്ടിൽ കൊണ്ടിടും. പിന്നെ അതങ്ങനെ ഓരോന്നെ ഞാനത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിനിടയ്ക്ക് തത്തമോള് വന്ന് ഐസ് വേണമെന്ന് പറയുന്നത്. തത്തമോൾക്ക് ഐസ്, തണുത്ത വെള്ളം അങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഐസ് വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുവാണ്. അപ്പം ഞാൻ അവളോട് പറയുവാണ് ഇത് കൊള്ളത്തില്ല, ഇച്ചിയാണെന്ന് കേട്ടോ. അപ്പോൾ അവളത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ പിന്നെ ഞാൻ ഓരോന്നേക്കെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നതൊക്കെ ഉരച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ടിന്നൊക്കെ ഇരിപ്പുണ്ട്. അതും ഇതുമൊക്കെ ആയിട്ട് ഓരോന്നിങ്ങനെ അത് ഭയങ്കര റിസ്ക്കായിരുന്നു. ഫ്രീസറൊന്ന് ആ ഐസൊന്ന് ഇളക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കായിരുന്നു. കുറച്ച് നേരം ഞാൻ ഓഫ് ചെയ്തിട്ടു. അത് കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് ഇളകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഈ കത്തിയുടെ തുമ്പ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇടക്കോട്ട് വിണ്ട് വരുന്ന ഐസ് വിട്ട് വരുന്ന സൈഡിലോട്ട് ഇതാകുമ്പോഴത്തേക്ക് നേരെ താഴത്തോട്ട് വീണു. പിന്നെ അതെടുത്ത് കളയുവാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ സൈഡിൽ കുറച്ചൊക്കെ വരാനുള്ളതാണ് ഞാൻ ഈ ഉരച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഗ്ലാസ്സസൊക്കെ എടുത്ത് തേച്ച് കഴുകി തുടച്ചൊക്കെ എടുത്തു. അപ്പോൾ ആ തത്തമ്മോൾ എനിക്ക് അവിടെ നിന്ന് ഓരോന്നൊക്കെ എടുത്ത് മാറ്റി വെച്ച് തരുന്നുണ്ട്. അങ്ങനെ അവളാൽ കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനതൊക്കെ നീറ്റ് ചെയ്തു. പച്ചക്കറികളൊക്കെ അരിഞ്ഞ് പെറുക്കിയൊക്കെ വെച്ച് ഫ്രീസർ അപ്പോൾ ഐസെല്ലാം ഇളക്കി എല്ലാം ചെയ്തു. ഇനി നമുക്ക് സൈഡൊന്ന് നീറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ അതും ഒക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് വെച്ചേക്കേണ്ടതായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വെച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ അതുമൊക്കെ ചെയ്ത് നീറ്റ് ചെയ്തു. ഒരുപാട് സാധനങ്ങളൊന്നും എൻ്റെ ഫ്രിഡ്ജിനകത്തില്ല കേട്ടോ, വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ലേ.